നമ്മുടെ പൗരത്വം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് വളരെ തിടുക്കത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് പുതിയ SIR അനുസരിച്ചേ ഉണ്ടാവുകയുള്ളൂ എന്നാ പറഞ്ഞേക്കണത്. എന്താണ് ഇത്ര തിടുക്കം? എന്താണ് ഇത്ര തിടുക്കം? ഇവിടെ ബഹുമാനപ്പെട്ട P. ജയരാജൻ പറഞ്ഞ പോലെ, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവല്ലേ, ഇതിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ആകെയുള്ള ഇന്റൻഷൻ മുസ്ലിമീങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് പച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞു. മതേതരരായ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അതിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ നൽകുന്ന പ്രസ്ഥാനമാണ്. പാർലമെന്റിൽ ഇതിനെതിരെല്ലാം ഉച്ചത്തിൽ പറയുന്ന പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സഹോദരങ്ങളെ ഞങ്ങൾ അക്കാര്യത്തിൽ അനുമോദിക്കുന്നു. നിങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞു നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ പോരടിക്കരുത്. SIR-നെതിരിൽ ഞങ്ങൾ വന്നാൽ ഈ കാവ്യവൽക്കരണം അതുപോലെ നടക്കുകയാണ്. കാവ്യവൽക്കരണം ചരിത്രത്തെ ഹിംസിക്കുന്ന, ചരിത്രത്തിൽ വിദ്വേഷത്തിന്റെ വിഷബീജങ്ങൾ കുത്തിവെക്കുന്ന വിഭജനവാദികളെ, പലവട്ടം രാജ്യത്തെ 7 വട്ടം വിഭജിച്ചവരെ ബ്രിട്ടീഷുകാരുമായി കൂടിച്ചേർന്ന് രാജ്യസ്നേഹികളായി പ്രഖ്യാപിക്കുന്ന, വിഭജനത്തെ ചെറുത്തുനിന്ന ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ്, വിഭജിക്കാൻ പാടില്ലെന്ന് അന്നും ഇന്നും വിഭജനം അംഗീകരിക്കാത്ത ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ്, വിഭജിച്ചപ്പോൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട് പാകിസ്ഥാനിൽ പോകരുതെന്ന് പറഞ്ഞ ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ്, ആ ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദിനെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന ചരിത്രം നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആ ചരിത്രത്തെ അതിൽ ഒപ്പുവെച്ചു ഗവൺമെന്റ്. അവസാനം പല കാരണങ്ങളാണ് ഗവൺമെന്റുകളെ കേന്ദ്ര ഫണ്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുമ്പോൾ ചിലതൊക്കെ ചെയ്തു പോയതാകാം. പക്ഷെ അതിൽ നിന്ന് പിന്തിരിയാൻ കാണിച്ച പ്രത്യുൽപ്പന്ന മതിത്വത്തെ അഭിനന്ദിക്കുകയാണ് ഞാൻ. അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത്. പിന്തിരിയാൻ കാണിച്ച ആ സന്നദ്ധതയെ മാനിക്കുന്നു. സ്വന്തം മുന്നണിയിലും അഭിപ്രായമേറുന്നു. പക്ഷെ അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായത്തിൽ ഞങ്ങൾ വന്നാലും ഞങ്ങളും ഇത് നടപ്പാക്കുകയില്ല എന്ന് ഇപ്പോൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ ഇന്ത്യൻ ന്യൂനപക്ഷം നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും. ഭൂരിപക്ഷം ഈ ഭീകരരോടൊപ്പം ഒട്ടില്ലതാനും. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മതേതര കക്ഷികളുടെ ഭാവി ശോഭനമാണ്. ഇന്ത്യ ഒരിക്കലും ഭീകരവാദികൾക്ക് തീരെഴുതപ്പെടുകയില്ല. ഇന്ത്യൻ ഹിന്ദു 100 പേര് വോട്ട് ചെയ്തതിൽ ഇന്ന് വരെ 33 പേരിലധികം 66%, 3-ൽ 2-ഉം 3 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ പ്രധാനമന്ത്രിയാകണ്ടെന്ന് പറഞ്ഞ ഭീകരന്മാരാണ് നമ്മളെ ഇന്ന് ഭരിക്കുന്നത്. അവർ വൈകാതെ തന്നെ ഭരണം വിട്ടൊഴിയേണ്ടി വരും. അതുകൊണ്ട് SIR-ൽ പേര് എത്രയും പെട്ടെന്ന് ചേർത്ത് രേഖകൾ ശരിപ്പെടുത്തി വോട്ടവകാശം ഉറപ്പുവരുത്തി ഒരുപക്ഷെ ആ രേഖകൾ നാളെ NRC ആയി മാറിയ പൗരത്വ രജിസ്റ്ററായി മാറിയേക്കാം. അതുകൊണ്ട് ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. നാം ഒരുമിച്ച് നിൽക്കണം, മതേതര കക്ഷികളോടൊപ്പം നിൽക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ എല്ലാവരും ജാഗ്രതയുള്ളവരാകണമെന്ന് സൂചിപ്പിച്ച്